ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരവും ലഭിച്ചു. 14-ാമത്തെ വാക്യത്തിൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അനുഗ്രഹിക്കപ്പെട്ടതായൊരു മറുപടിയും ലഭിച്ചു. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ചെറിയ പ്രാർത്ഥനകളുടെ വലിയ ശക്തി. ചെറിയ പ്രാർത്ഥനകളുടെ വലിയ ശക്തി വളരെ ചെറുതാണ്. നീണ്ട പദപ്രയോഗങ്ങളൊന്നുമില്ല. പക്ഷേ ചെറുതെങ്കിലും ദൈവത്തിൻ്റെ ഉള്ളത്തെ ചലിപ്പിക്കുന്നതായ പ്രാർത്ഥനകൾ.
നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന പ്രാണവായു പോലെ ആവശ്യമാണ്. പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ല. സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണുനീരോടെ ഗെത്സമനിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. ക്രൂശിൽ കിടന്നുകൊണ്ടും കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. തേജോമയനായ തിരുക്കുമാരന് പ്രാർത്ഥന ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്ക് എത്രമാത്രം അത് അനിവാര്യമാണ്. കുടുംബ പ്രാർത്ഥന വേണം, കൂട്ടായ്മയായിട്ടുള്ള പ്രാർത്ഥന വേണം, വ്യക്തിപരമായിട്ടുള്ളതായ പ്രാർത്ഥന വേണം. അത് കൂടിയേ തീരൂ. എന്നാൽ ഇന്ന് ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് മൂന്നുമല്ല. കൂടി വരുമ്പോൾ ഉള്ളതായ കൂട്ടമായുള്ള പ്രാർത്ഥനയല്ല, ദൈനംദിന ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയല്ല, വ്യക്തിപരമായിരിക്കുന്ന രഹസ്യ പ്രാർത്ഥനയുമല്ല. നമ്മളുടെ ജീവിതത്തിൽ പല ബദ്ധപ്പാടുകളുമായി ഓടി നടക്കുന്ന സമയത്ത് ഉള്ളത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന ദൈവത്തെ തൊടുന്ന ചില ചെറിയ വാക്കുകൾ. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ തിരുസാന്നിധ്യം എൻ്റെ കൂടെ പോരണമേ. കർത്താവേ, നിന്റെ കരം എന്നെ പിടിക്കണമേ. നിന്റെ രക്തകോട്ടയിൽ എന്നെ കാത്തുകൊള്ളണമേ. പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് സമയം വേണ്ട. പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഡ്രൈവ് ചെയ്യുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും എല്ലാം ഉച്ചത്തിൽ പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് അന്തരംഗത്തിൽ ആ വാചകങ്ങൾ ദൈവത്തോട് നമുക്ക് ഉണർത്താവുന്നതാണ്. ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ചുങ്കക്കാരനും ഒരു പരീശനും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രാർത്ഥന ആവശ്യമാണ് എന്ന് രണ്ടു കൂട്ടർക്കും അറിയാമായിരുന്നു. രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ ദൈവഭക്തനാണ്. ദൈവാലയത്തിൽ സ്വാധീനവും അധികാരവുമുള്ളവനാണ്. മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ അഭ്യസിപ്പിക്കുന്നവനാണ്. യാമപ്രാർത്ഥനകളെല്ലാം മുറതെറ്റാതെ ചൊല്ലുന്നവനാണ്. പതിവ് പോലെ അവൻ ദൈവാലയത്തിൽ ചെന്നു. അവിടെ അവരെല്ലാവരും വെറുക്കുന്നതായ ഒരു ചുങ്കക്കാരനുണ്ടായിരുന്നു. ചുങ്കക്കാരനെ കുറിച്ച് പരീശന്മാർക്ക്, യഹൂദന്മാർക്ക് വലിയ അവമതിപ്പാണ്. അവർ ഉള്ളം കൊണ്ട് വെറുക്കുകയാണ്. അവരെ തുപ്പലിന് സമമെന്നാണ് പറയുന്നത്. അത്രമാത്രം അവജ്ഞയോടെയാണ് ചുങ്കക്കാരനെ കാണുന്നത്. ആദ്യത്തെ പ്രാർത്ഥന ദൈവാലയത്തിൽ നിന്നുകൊണ്ട് അത് പരീശന്റെ പ്രാർത്ഥനയാണ്. പരീശൻ സ്വയം നീതീകരിക്കാനാണ്. 11ാമത്തെ വാക്യം വായിച്ച്, സ്വയം നീതീകരിക്കുകയാണ് പരീശൻ നിന്നുകൊണ്ട്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താ കാരണം? ഞാൻ ചീത്തയായി നടക്കുന്നവനല്ല. മറ്റുള്ളവരുടെ പണം തട്ടിപ്പറിച്ച് അവരെ വേദനിപ്പിക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ ഞാനല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിഷ്കർഷയോടുകൂടി ന്യായപ്രമാണം വള്ളിയും പുള്ളിയും തെറ്റാതെ പാലിക്കുന്നവനാണ്. എനിക്ക് ഇപ്രകാരം ഉന്നതമായിരിക്കുന്ന ഒരു ആത്മീയ നിലവാരം തന്ന ദൈവമേ എന്ന് നിനക്ക് സ്തുതി എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ആത്മീയത്തിൻ്റെ കണികയില്ലാത്ത ഒരു മനുഷ്യൻ. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെയല്ല. തുടർന്ന് വായിച്ച്, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന അതിവിശുദ്ധ സ്ഥലത്തിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ യോഗ്യതയില്ല എന്നവന് വ്യക്തമായ ബോധ്യമുണ്ട്. അവൻ ദൈവ സാന്നിധ്യം കിട്ടിയപ്പോൾ പയ്യെ പയ്യെ അകലുകയാണ്, ദൂരത്ത് നിന്നുകൊണ്ട്. അടുത്ത വാക്യം, സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ, എൻ്റെ ദൈവമേ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. അഗ്നിമയന്മാർ ആരെ നോക്കി വിറയ്ക്കുന്നുവോ, മാലാഖമാരെ മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന തേജോമയനായ ദൈവത്തിൻ്റെ തീക്കടുത്ത മുഖത്തേക്ക് നോക്കുവാൻ കൊടും പാപിയായിരിക്കുന്ന എനിക്ക് യോഗ്യതയില്ല. അവൻ തലകുനിച്ച് നിന്നുകൊണ്ട് മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഒരു ചെറിയ പ്രാർത്ഥന. മാറത്തടിക്കുകയാണ്. ഞാൻ വൃത്തികെട്ടവനാണ്,
ഞാൻ അനേകരുടെ ഹൃദയം കീറി പറിച്ചെടുത്തവനാണ്, തട്ടിപ്പറിച്ചെടുത്തവനാണ്. സകലവിധ പാപത്തിൻ്റെയും മൂലകാരണമായിരിക്കുന്ന ദ്രവ്യാഗ്രഹത്തിൻ്റെ അടിമയാണ് ഞാൻ. എനിക്ക് ഈ ദേവാലയത്തിൽ കാലി ചവിട്ടാൻ യോഗ്യതയില്ല. എങ്കിലും കർത്താവേ, എനിക്കിതിൻ്റെ കരുണ വേണം. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. അർഹതയുടെ കണിക പോലുമില്ല. ദൈവമക്കളെ, വലിയൊരു മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വാക്യം നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. നീതീകരിക്കുന്ന വ്യക്തിക്ക് നീതീകരണം കിട്ടുകയില്ല. സ്വയം നീതീകരിക്കുന്ന വ്യക്തിക്ക് നീതീകരണം കിട്ടുകയില്ല. മനുഷ്യവർഗം പലപ്പോഴും പാപം ചെയ്യുന്നുണ്ട്, കർത്താവെ കരുണ കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ വരുന്നതായ ഏറ്റവും വലിയ തെറ്റ് സ്വയം നീതീകരണമാണ്. അനേക സ്ത്രീകളെ, പ്രത്യേകിച്ചും പുരുഷന്മാരെയും നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു സത്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു കുറ്റം കാണിച്ചു കൊടുത്താൽ അതിന് ഒരു നീതീകരണം അവർക്ക് പറയുവാനായിട്ടുണ്ട്. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളണം. ഒരു തെറ്റിനെ 10,000-ൽ അംശമെങ്കിലും നീതീകരിക്കുന്നുവെങ്കിൽ നല്ലവനായിരിക്കും ദൈവം. നിങ്ങളുടെ തെറ്റുകളെയും പാപത്തെയും നീതീകരിച്ച് പാപമോചനം തരികയില്ല. നീതീകരണത്തിൻ്റെ കണികയില്ലെങ്കിൽ നല്ലവനായ ദൈവം നീതീകരണം തരും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആദ്യം വേണ്ടതൊരു പാപബോധമാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠനിൽ നിന്ന് പഠിക്കണം. എൻ്റെ ജീവിതത്തിൽ പുറമേ പ്രകടമായ പാപങ്ങളില്ലെങ്കിലും നന്മയുടെ കണിക അന്തരംഗത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. എന്നെ ഭരിക്കുന്ന ഒരു സ്വയമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പുറമേ വൃത്തികെട്ടൊരു പാപത്തിനോ ലൈംഗികമായിരിക്കുന്ന വീഴ്ചകൾക്ക് പോകുന്നില്ല എങ്കിലും സ്ത്രീയെ മോഹത്തോടെ നോക്കുന്ന മോഹത്തിൻ്റെ പാപം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്ന താഴ്മയുടെ മാതൃക ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോൾ എന്തു പറയുന്നു? നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ പരീശൻ്റെ മനോഭാവമാണോ ചുങ്കക്കാരൻ്റെ മനോഭാവമാണോ? സഹോദര സഹോദരി, എന്തുകൊണ്ടാണ് പാപത്തിന്മേൽ ജയം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പാപമോചനത്തിൻ്റെ സൗഖ്യം അനുഭവിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകാത്തത്? അത് സ്വയം നീതീകരണമാണ്, അനുതാപമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ക്രിസ്ത്യാനിറ്റി ബിഗിൻസ് വിത്ത് എ സെൻസ് ഓഫ് സിൻ. സ്വർഗം സന്തോഷിക്കുന്നൊരു വാക്കുണ്ട്. ദൈവമേ, മഹാഭാവി എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അർഹതയില്ല കർത്താവേ. കരുണയുടെ ബേത്തും പ്രകാരം ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. അപ്പോൾ സ്വർഗം ചലിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അവനെങ്ങനെയാണ് ദൈവാലയത്തിലേക്ക് ചെന്നത്? കൊടുമ്പാപിയായിട്ടാണ്. സ്വർഗത്തിലേക്ക് നോക്കുവാൻ യോഗ്യതയില്ലാത്തവനാണ്. പക്ഷേ എങ്ങനെ തിരിച്ചു പോന്നു? ഹല്ലേലൂയ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പരീശനോ അങ്ങനെയല്ല. കർത്താവ് അവസാനം അതിനൊരു ഗുണപാഠം പറയുന്നുണ്ട്. അടുത്ത വാക്യം വായിച്ച്, തന്നെത്താൻ മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രൂശിൻ ചോട്ടിലേക്ക് ഒന്ന് കവണ് വീണാമോ? ഒന്ന് താണ് കിടക്കാമോ? വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ ക്രൂശിൻ്റെ ചോട്ടിലേക്ക് വന്ന് ഞാൻ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അർഹതയുടെ കണിക പോലും എനിക്കില്ല. എങ്കിലും നീ കൊടുമ്പാവികളെ തേടി വന്നവനാണല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒന്നാമത്തെ ചെറിയ പ്രാർത്ഥന, അതിൻ്റെ വലിയ ശക്തി. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. ആ ദൈവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചത് തേജോമയനായ സ്വർഗോന്നതനായ ദൈവം കേട്ടു. മറുപടി ഒഴുകി വന്നു. നീതീകരിക്കപ്പെട്ടവനായി സന്തോഷത്തോടെ സമാധാനത്തോടെ അവൻ മടങ്ങിപ്പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. രണ്ടാമത്തെ ചെറിയ പ്രാർത്ഥന ഏതാണ്? മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. ഗുരുതരമായിരിക്കുന്നൊരു പ്രശ്നവുമായിട്ടാണ് കനാന്യ സ്ത്രീ വന്നിരിക്കുന്നത്. അവൾക്ക് ഒരു മകളുണ്ട്, സ്നേഹത്തോടെ വാത്സല്യത്തോടെ പോറ്റി വളർത്തുന്ന മകള്. ഇപ്പോൾ അവളുടെ അവസ്ഥ ഗുരുതരമാണ്. ചെകുത്താൻ കയറിയിരിക്കുകയാണ്. അത് ലളിതമായിട്ടല്ല, വളരെ ക്രിട്ടിക്കലാണ്. ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു.
ഒരു ചെകുത്താൻ, ഒരു ഭൂതം അവളിൽ കയറിയിട്ട് എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്. ഒരു പെറ്റ തള്ളയല്ലേ, എങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കും, എങ്ങനെ അത് സഹിക്കും? ദൈവത്തിന് സ്തോത്രം. അവൾ എന്തു ചെയ്യും? ഒരു വൈദ്യൻ്റെ അടുക്കൽ ചെന്നാലും ഈ ഭൂതബാധയ്ക്ക് പരിഹാരം കാണുന്നില്ല, കിട്ടുന്നില്ല. അവൾ ജീവിതത്തിൽ വളരെ ഭാരപ്പെട്ടു. ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് കണ്ണുനീരോടെ വേദനിച്ച് കരഞ്ഞു. അവസാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെന്നു. ദൈവത്തിന് സ്തോത്രം. കനാന്യ സ്ത്രീ പ്രാർത്ഥിച്ചു, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് ഒന്ന് കരുണ തോന്നണമേ. നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നും ഈ പ്രാർത്ഥന വരണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൈകൂപ്പിക്കൊണ്ട് പറയട്ടെ, ആ പ്രാർത്ഥന കേട്ട, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ട, കനാന്യ സ്ത്രീയുടെ പ്രാർത്ഥന കേട്ട, യേശു എൻ്റെ ഉള്ളത്തിൻ്റെ ഞരക്കവും കേൾക്കുന്നു എന്നുള്ളത് അനുഭവിച്ചുകൊണ്ട് നിങ്ങളോട് സാക്ഷിക്കട്ടെ മക്കളെ. അവനിപ്പോൾ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമായിട്ട് കർത്താവായ യേശുക്രിസ്തു നമ്മളെ തലോടി മുട്ടി ഉരുമ്മി പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഉള്ളം തൊട്ടെന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതായ അനേക പാപങ്ങളില്ലേ? കോപമില്ലേ? വാശിയില്ലേ? അടക്കാൻ വയ്യാത്തതായ അഹങ്കാരമില്ലേ? ലൈംഗികമായിരിക്കുന്ന വൃത്തികെട്ട പാപത്തിൻ്റെ അടിമകളല്ലേ പലരും? കുടുംബജീവിതത്തെ തകർത്തവരില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ഭൂതമുണ്ട്, ഒരു സാത്താനുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമ്മളെ മെനഞ്ഞത് ദൈവത്തിൻ്റെ മന്ദിരമായിട്ടാണ്. ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനമായി നമ്മളെ മെനഞ്ഞു. എന്നാൽ ഇന്ന് കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുകയാണ്. അവിടെ ആരാധന നടക്കുന്നുണ്ട്, യാഗം നടക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, ധൂപം ഉയരുന്നുണ്ട്, ആടുകളെ യാഗമായി അർപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. ദൈവമക്കളെ, പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്, കർമ്മ പദ്ധതികളെല്ലാം നടക്കുന്നുണ്ട്, എല്ലാ ആഴ്ചകളിലും നടക്കുന്നുണ്ട്, എല്ലാ ദിവസങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ ചെകുത്താനോടെ കൂടിയിരിക്കുകയാണ്, കള്ളന്മാരോടെ വാഴുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് ഈ കർമ്മപരിപാടികൾ കൊണ്ട് ഒരു നീക്കവും വരുന്നില്ല, സുഖിച്ച് സാത്താനോടെ വാഴുകയാണ്. എന്നാൽ ഒരുത്തൻ അവൻ അതിൻ്റെ അകത്തേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു പിശാചിന്റെ തലയെ ചതച്ചു, ജയോത്സവം കൊണ്ടാടി. ആ യേശു നമ്മുടെ മധ്യത്തിൽ നിന്ന് ഉയർത്തുന്നേണ്ടി ജീവിക്കുന്നു. കള്ളന്മാരുടെ ഗുഹയായി തീർന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ ഏതെങ്കിലും പുണ്യപ്രവർത്തികളോ ആചാരങ്ങളോ ദൈവമക്കളെ ചില ദൈവാലയത്തിൽ നടക്കുന്നതായ പരിപാടികളോ ഒന്നുമല്ല. വേണ്ടെന്നല്ല ഞാൻ പറയുന്നു. പക്ഷേ ഭൂതത്തെ അകറ്റുവാൻ അധികാരമുള്ള ചെകുത്താൻ്റെ തലയെ ചതച്ച കർത്താവായ യേശുക്രിസ്തു മാത്രം കടന്നു വന്നാലേ ഭൂതബാധയിൽ നിന്ന് വിടുതൽ ലഭിക്കുകയുള്ളൂ. സ്ത്രീക്കത് മനസ്സിലായി. സ്ത്രീ അങ്ങോട്ട് ചെന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. വലിയ തടസ്സങ്ങളായി. ഞാൻ വായിക്കാൻ സമയമെടുക്കുന്ന ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞയക്ക്. ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു ശല്യം പോലെ പുറകാലെ വരികയാണല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരെങ്ങനെ പറഞ്ഞെങ്കിലും കർത്താവിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് അവൾ ധരിച്ചത്. എന്നാൽ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കുട്ടികൾക്ക് കൊടുക്കാറില്ല. കർത്താവ് നിരുത്സാഹപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവൾക്ക് വേറെ പോക്കിടമില്ല. അവൾ അയ്യം വിളിച്ച് അള്ളിപ്പിടിച്ച് യേശുവിൻ്റെ പിന്നാലെ കണ്ണുനീരോടെ അപേക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. 25-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഒരു ചെറിയ പ്രാർത്ഥന കാണാം. 25-ാമത്തെ വാക്യത്തിൽ 15-25. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കർത്താവേ, എന്നെ സഹായിക്കണം. വലിയൊരു മർമ്മം അവിടെയുണ്ട് ദൈവമക്കളെ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കടന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന് അനേക തടസ്സങ്ങൾ വരും. മറ്റുള്ളവരിൽ നിന്ന് വരും, പള്ളിയിൽ നിന്ന് വരും, അധികാരവർഗത്തിൽ നിന്ന് വരും. ഇവിടെ ആരിൽ നിന്നാണ് വന്നത്? കർത്താവിനോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ശിഷ്യന്മാരിൽ നിന്നാണ്. ഈ പ്രാർത്ഥനയൊക്കെ ഒന്ന് നിർത്ത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെപ്പോലെയുള്ള ചില അധമഭാവികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനല്ല കർത്താവ് വന്നിരിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ഉന്നതന്മാരുടെ പ്രാർത്ഥനയ്ക്കാണ് മറുപടി ലഭിക്കുന്നത്.
അതൊക്കെ ആയിരിക്കും അവരുടെ കാഴ്ചപ്പാട്. കർത്താവായ യേശുക്രിസ്തുവും അവളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് നോക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവൾ പിന്മാറിയില്ല. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണം. ഉത്തരം എന്നാന്ന് മനസ്സിലായോ? വായിച്ച് 15-28 വായിച്ച്. യേശു അവളോട് സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീയെ, ഇവിടെയാണ് വിശ്വാസം. പരിശോധനകളെ അതിജീവിക്കുന്ന വിശ്വാസം, അതിജീവന വിശ്വാസം. തടസ്സങ്ങൾ വരും. കർത്താവ് ഉൾപ്പെടെ പ്രോത്സാഹനം നൽകിയില്ല. എങ്കിലും ഞാൻ ആവശ്യക്കാരിയാണ്. വേറെ എവിടെ പോയാലും ഈ ഭൂതബാധയിൽ നിന്ന് വിടുതൽ ലഭിക്കില്ല എന്ന് അവൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വിശ്വാസം വലുത്. വിശ്വാസം വലുതാണെങ്കിൽ, മടുത്തു പോകാതെയുള്ള അപേക്ഷയാണെങ്കിൽ, അടുത്ത വാക്യം എന്താണ്? ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ. ആ നാഴിക മുതൽ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിപ്പിന് ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ ഈ അത്ഭുതം നമ്മുടെ മധ്യത്തിൽ നടക്കണം. കണ്ടാലും ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടോ എന്ന് വ്യക്തമായി വാക്കും ഉറപ്പും നമുക്ക് തന്നവൻ, വാഗ്ദത്തങ്ങൾ വിശ്വസനായി ഞാൻ 100% വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ആവശ്യക്കാരായി ആരെല്ലാം വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്നറിയാമോ? ഭൂതബാധയിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതലാണ്. അതും ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ആർക്കാണെന്നറിയാമോ? ഇന്ന് യുവതലമുറയ്ക്കാണ്. ഞാൻ നിങ്ങളോട്, അനേകം മാതാപിതാക്കന്മാർ ഇത് കേൾക്കുന്നുണ്ടല്ലോ, മക്കളും കൊച്ചുമക്കളും ഉള്ളതായ അനേകർ ഇത് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അരുമനാഥന്റെ സന്നദ്ധിയിൽ താണു വീണ് കണ്ണുനീരോടെ കിടന്ന് മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാപിതാക്കന്മാരെ. അതല്ലാതെ അവർ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുകയില്ല. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന, അശുദ്ധിയുടെ കൂമ്പാരമായിരിക്കുന്ന, സകലവിധമായിരിക്കുന്ന മ്ലേച്ഛതകൾ മുറ്റി നിൽക്കുന്നതായ, അന്ധകാര നിമിഷമായിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് കുഞ്ഞുങ്ങളെ പഠിക്കുവാനും ജോലിക്കുമായി വിടുന്നത്. അവർ പ്രണയത്തിലും മദ്യത്തിലും ലോകത്തിൻ്റെ പ്രതാപത്തിലുമെല്ലാം അഴിഞ്ഞാടി നടന്ന് സാത്താൻ്റെ ആയുധങ്ങളായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ കരയണം. യുവതലമുറയെക്കുറിച്ച് ഞാനിപ്പോൾ ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പറയുന്നു? ഒരു മാറ്റം വരണ്ടേ? അതിനെന്ത് ചെയ്യണം? വിശ്വാസത്തോടെ ചെല്ലണം. തടസ്സങ്ങൾ വരും, ഉത്തരം ഉടനെ കിട്ടിയില്ല എന്ന് വരും. പക്ഷേ ആദ്യം പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. പിന്നീട് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ. ഉത്തരം ഇറങ്ങി വരും. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, കണ്ണുനീരോടെ കാൽപാദം കെട്ടിപ്പിടിച്ച്, കർത്താവേ എനിക്ക് ഈ വിഷയത്തിനൊരു പരിഹാരം തരാതെ നിന്നെ ഞാൻ ഉറപ്പടക്കം പിടിച്ചിരിക്കുന്നു, വിടുകയില്ല എന്ന് പറഞ്ഞ് കിടന്ന് ചില കാര്യങ്ങൾ പിടിച്ചു മേടിച്ചടിയണം ഓർക്കുന്നുണ്ട്. ഹാലൊരു എൻ്റെ യേശു ഇത് കേൾക്കുന്നുണ്ടല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഈ വാർദ്ധക്യത്തിലും ഈ സാക്ഷ്യവചനം നിങ്ങളോട് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലേ? അവൾക്ക് അന്നേരം തന്നെ ആ മോൾക്ക് സൗഖ്യം ലഭിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൾ മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ ചെറിയ പ്രാർത്ഥന എന്താണ്? മൂന്നാമത്തെ ചെറിയ പ്രാർത്ഥന മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന് 47-ാമത്തെ വാക്യം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന് 47-ാമത്തെ വാക്യം. ചെറിയ പ്രാർത്ഥനയുടെ വലിയ ശക്തിയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. 1, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, യേശുവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. 2, മകളുടെ ഭൂതോപദ്രവത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. കർത്താവേ ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ. കർത്താവേ എന്നെ സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഭൂതബാധ മാറി സൗഖ്യത്തോടെ മകളെ തിരിച്ചു കിട്ടി. സന്തോഷത്തോടെ അവൾ ദൈവത്തെ സ്തുതിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണ്? നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ചെറിയ പ്രാർത്ഥന. ഹല്ലേലൂയ. ബർത്തിമായി എന്ന കുരുടനാണ്. അവൻ ഭിക്ഷക്കാരനാണ്, കണ്ണുകാഴ്ചയില്ലാത്തവനാണ്. പതിവ് പോലെ ചിലരെല്ലാം എടുത്തുകൊണ്ട് നിന്ന് അവനെ ഒരു വഴിയോരത്തിരുത്തി, റോഡ് സൈഡിലിരുത്തി. ആളുകൾ കടന്നു പോകുന്ന കാലച്ച കേൾക്കുന്നു. അപ്പോൾ അവൻ പാത്രം കിലുക്കി ചോദിക്കും എന്തെങ്കിലും തരണമെന്ന്. ഇപ്പോൾ ഒരാളുടെ അല്ല, ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് നടന്നു വരുന്നു. അവൻ്റെ ചെവി വിളക്കാണ്.
കണ്ണ് കാണാൻ വയ്യ, പക്ഷെ കേൾക്കാം. അവൻ അന്വേഷിച്ചു, ആരൊക്കെയായി വരുന്നേ, ആരായി വരുന്നത്? ആളുകൾ വ്യക്തമായി മറുപടി പറഞ്ഞത് യേശുവാണ്. അവന് വഴിയരികിൽ ഇരിക്കുകയല്ലേ. നടന്നു പോകുന്ന ആളുകൾ പറഞ്ഞ് പലതും കേട്ടിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു കൂടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നവനാണ് എന്ന് അവൻ പലരും പറഞ്ഞു കേട്ടു. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് എന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ എങ്ങനെ അറിയും? യേശു ഇതിലെ കടന്നു പോകുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് കണ്ണു കാഴ്ചയില്ലല്ലോ. അതുകൊണ്ട് ആളുകൾ നടന്നു പോകുമ്പോൾ ആരായി പോണേ? ഇപ്പോൾ വന്നിരിക്കുന്നു യേശു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ശബ്ദമുണ്ടല്ലോ, അത് യേശുവിൻ്റെ കാലൊച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാനിപ്പോഴും അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. യേശു നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭർത്തിയുമായി ഭിക്ഷപാത്രം അനക്കിക്കൊണ്ടെന്ന് ചോദിക്കുകയല്ല. യേശുവേ, ദാവീദപുത്ര, എന്നോട് കരുണ തോന്നണം. ചങ്ക് പൊട്ടിയുള്ള പ്രാർത്ഥന, കണ്ണുനീരിൽ കുതിർത്ത പ്രാർത്ഥന, ഉള്ളം തൊട്ടുള്ളതായ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അതരുമനാഥൻ്റെ ഉള്ളം തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കരുണ തോന്നണമേ. ആ വാക്യം ഒന്നടെ വായിച്ച്, നിലവിളിച്ചു തുടങ്ങി എന്നാണ് വായിച്ച്. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ പലരും നിലവിളിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും ഉടനെ മറുപടി കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ നിർത്തും പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഉത്തരം കിട്ടാതെ മക്കളെ നിർത്തരുത്. അവൻ വേദപുസ്തകത്തിൽ വെറുതെ എഴുതുകയില്ലല്ലോ. അവൻ നിലവിളിച്ചു തുടങ്ങി. അപ്പോൾ മുൻനടക്കുന്ന ശിഷ്യന്മാർ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവരെ ശാസിച്ചു. വായിച്ചേ. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. ദൈവമക്കളെ, എത്ര മനോഹരമാണ് ഈ രംഗം. കർത്താവ് തൊട്ടടുത്തവിടെ കടന്നു പോകുന്നു. കുരുടൻ യേശുവാണെന്ന് മനസ്സിലാക്കുന്നു. ആവശ്യക്കാരനായി വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അവസരം പാഴാക്കിയാൽ പിന്നൊരവസരം കിട്ടാനുണ്ടോ എന്നാണ് അറിഞ്ഞുകൂടാ. അത് സത്യമായിരുന്നു. കാരണം യേശു പിന്നെ ആ റോഡിൽ കൂടി നടന്നു പോയിട്ടില്ല. രണ്ടാമത് വീണ്ടും അതിലെ വന്നിട്ടില്ല. അവൻ ഈ അവസരം പാഴായി പോയിരുന്നുവെങ്കിൽ കണ്ണിന് കാഴ്ച കിട്ടുകയില്ലായിരുന്നു. അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ആ യേശുവിൻ്റെ അടുക്കലാണ് നിങ്ങളും ഇന്ന് വന്നിരിക്കുന്നത്, ഞാനും വന്നിരിക്കുന്നത്. വല്ലോ മക്കളെ, ദൈവത്തോട് ചോദിച്ചു വാങ്ങാനായിട്ടുണ്ടോ? ഒന്ന് തുടങ്ങിക്കേ നിങ്ങളുടെ പ്രാർത്ഥന. കേൾക്കുന്ന എല്ലാവരും കർത്താവിനോട്, എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. ഭർത്തിമായിക്ക് കണ്ണുകാഴ്ച വേണമായിരുന്നു. എനിക്ക് കണ്ണുകാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഉള്ളം തൊട്ട് ചില വേദനകളും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട്. ഞാനും ഈ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ വാർദ്ധക്യത്തിൽ എനിക്ക് ഒരേ ഒരു കൊതിയുള്ളു കർത്താവ്, യേശുവിൻ്റെ അതേ പ്രകൃതി ഒന്ന് പ്രാപിച്ചിട്ട് മരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരിക്കട്ടെ ഒന്ന് തീ പിടിക്കണം. യേശുവിൻ്റെ ഛായയും പ്രകൃതിയും ഭാവവുമുള്ളവനായിട്ട് ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്കൊന്ന് നടന്നെടുക്കണം. ഹല്ലേലൂയ. കർത്താവ് ഏൽപ്പിച്ചതായ വേല നിർവടിയായി നിവർത്തിക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്നുള്ള വിളി കേട്ടുകൊണ്ട് സ്വർഗപരങ്ങളെ നദി തീർത്ത് കടന്നു വന്ന് നിന്നെ മുഖാമുഖമായി ഒന്ന് കാണണം. കർത്താവേ, ഈ പ്രാർത്ഥന നിന്റെ കാൽക്കലടിയിൽ നിന്ന് അർപ്പിക്കുകയാണ്. നിങ്ങൾ വല്ലതും പറഞ്ഞോ ദൈവമക്കളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനയ്ക്ക് ഉത്തരം കിട്ടുന്നതായ സമയമാണ്. കാരണം മറുപടി തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥന കേട്ടു. മറ്റുള്ളവർ തടഞ്ഞു. തടച്ചിലിനെ അതിജീവിച്ചുകൊണ്ട് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുന്ന സമയത്ത് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് പ്രാർത്ഥന നിർത്തുകയല്ല, കൂടുതൽ ഉള്ളം തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. രോഗം ഗുരുതരമാണ്, പാപം മൂർച്ഛിച്ചു വരികയാണ്, ജയം കിട്ടുന്നില്ല, വൈദ്യശാസ്ത്രം കൈവിട്ടു, കടബാധ്യതകൾ ഇതാ കൂടിക്കൂടി വരുന്നു, ജപ്തി നോട്ടീസ് മാറി മാറി വന്ന് പതിക്കുന്നു. ഇതെല്ലാം വരികയാണ്. നിർത്തുകയല്ല, നിരാശപ്പെടുകയല്ല. ദൈവമക്കളെ, ഉറുപ്പടക്കം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇതിലൊരു പരിഹാരം തരാതെ ഞാൻ നിന്നെ വിടുകയില്ല. അടുത്ത വാക്കെന്നറിയാമോ? യേശുവോ. അപ്പോൾ യേശു നിന്നു. മുൻനടന്നവര് തേജോമയനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ എന്തിനാണ് വിളിക്കുന്നത്? നിന്നെ പോലെയുള്ളതായ ഭിക്ഷക്കാർക്ക് വിളിക്കാനുള്ള നാമമല്ല യേശുവിൻ്റെ നാമം. മിണ്ടാതിരിക്കാൻ പറഞ്ഞു.
പക്ഷേ അവൻ അതിജീവിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ ശബ്ദം യേശുവിൻ്റെ കാലിലെ ബ്രേക്കായിരുന്നു. നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞ വാക്ക്? ദൈവത്തിന് സ്തോത്രം. ഉള്ളം തൊട്ട് ഇതിനൊരു മറുപടി തരാതെ എൻ്റെ പൊന്നു കർത്താവേ എന്നെ വിട്ടു പോകരുതേ എന്ന് രാത്രിയുടെ ഏകാന്തിയിലോ തനിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ കടന്നെൻ്റെ യേശുവിൻ്റെ കാലുകൾ മുന്നോട്ട് പോകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യേശു നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പുതപ്പിട്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റു. അങ്ങനെയാ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ചാടി എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. സ്നേഹവാത്സല്യത്തോടെ യേശു ഒന്ന് നോക്കി. അവനെ പയ്യെ ഒന്ന് മേത്ത് തൊട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വേറെ ഒന്ന് ഇച്ചിരി പണം വേണമെന്നല്ല പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. എന്താണ് മറുപടി വായിച്ച്? 15:28 വായിച്ച്. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബു, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. വായിച്ചോ. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. അവന്റെ കാലടികൾ യേശുവിന്റെ പിന്നാലെയാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഇപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളത്തിൻ്റെ ആഗ്രഹങ്ങൾ യേശുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചോ നിങ്ങൾ? ഹല്ലേലൂയ. നിങ്ങളുടേതായ ജീവിതത്തിൻ്റെ വേദനകൾ യേശുവിനോട് പറഞ്ഞോ? ഏറ്റവും വലിയ അത്യാവശ്യം പാപമോചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയതായ ജീവിതത്തിൻ്റെ കൊതി യേശുവിൻ്റെ അതേ പ്രകൃതി പ്രാപിക്കണമെന്നാണ്. അത് അരുമനാഥൻ്റെ കാൽക്കൽ വീണുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉടൻ മറുപടി കിട്ടും. മറുപടി കിട്ടിയതിന് ശേഷം അവൻ എന്ത് ചെയ്തു? അവൻ്റെ വഴിക്ക് പോവുകയല്ലേ ഇത്? യേശുവിൻ്റെ കാലടികളെ പിന്തുടർന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ കാരണം നിറഞ്ഞ ദൈവമേ, ഈ സ്വർഗീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ സ്തോത്രം. മറുപടി ഒഴുകി വരുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഭർത്തിമായ്ക്ക് കാഴ്ച കൊടുത്തവൻ, കനാന്യ സ്ത്രീയുടെ മകളുടെ ഭൂതദ്രവം മാറ്റിക്കൊടുത്തവൻ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ചുങ്കക്കാരൻ്റെ പാപക്കടങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തിയവൻ. ഇപ്പോൾ ഞങ്ങൾക്ക് മോചനം തരണമേ, സൗഖ്യം തരണമേ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശങ്ങളാക്കി തീർക്കണമേ, മഹത്വം തിരുമേനി എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.